നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ വന്നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ പരിപാലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ തോന്നണമേ. യേശുവേ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളെ ഭയം മാറ്റി തരണമേ, ഞങ്ങളുടെ ആകുലതകള് മാറ്റി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് 100ാമത്തെ പാട്ട് പാടാം. 100. നമ്മളെല്ലാവരും പലവിധ ആകുലതകളും വിഷമങ്ങളുമായിട്ട് ഭയത്തിലൊക്കെ ജീവിക്കുന്നവരാണ്. ലോകത്തിന്റെ ഭയം, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഭയം, കടഭാരത്തിന്റെ ഭയം, കേസിന്റെ ഭയം, അങ്ങനെ ഒരുപാട് ഭയങ്ങൾ നമുക്കുണ്ട്. യേശു പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ യേശുവിൽ ശരണപ്പെടും. നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യർക്ക് ആകുലതയും ഭയമുണ്ട്. പക്ഷെ യേശു പറയുന്നത് ഭയപ്പെടേണ്ട. നമ്മളേക്ക് യേശു എന്തിനാ ഭയപ്പെടേണ്ടെന്ന് പറയുന്നത്, നമുക്ക് ഭയം ഉണ്ടാകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് യേശു മുമ്പേ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമുക്ക് എത്ര പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ യേശു വിശ്വസിച്ച് ഇരുന്നാൽ യേശു നമ്മളെ അത് തരണം ചെയ്യാനായിട്ട് സഹായിക്കും. നമുക്ക് ഈ ഭൂമിയിൽ ഒരു കഷ്ടപ്പാടുമില്ല, കാണത്തില്ലെന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടില്ല. കഷ്ടപ്പാട് ഉണ്ടാകും തന്നെയാണ് പറയുന്നത്. കഷ്ടപ്പാടില് യേശു നമ്മളെ തരണം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആവശ്യ കാര്യങ്ങളിൽ, അത്യാവശ്യ കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സമ്പത്ത് ദൈവം തരും. നമുക്ക് ആരെങ്കിലും ഭയമാണെങ്കിലും അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ദൈവം നമ്മളോട് ഇടപെടും. കാരണം നമ്മളെ ആയിരിക്കും നമുക്ക് അയാളെ ഭയമാണ്. പക്ഷെ അയാളെ ഭയപ്പെടുത്താൻ ആർക്ക് പറ്റും? ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് വേണ്ടി മരിച്ച യേശുവിന് അയാളെ ഭയപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നിയമത്തിന്റെ നൂലാമാലകള്, കേസിന്റെ ഭയം, അതിന് ഒരുപാട് അയൽക്കാരെ ഭയം, നാടിന്റെ ഭയം, നാടിന്റെ നിയമത്തിന്റെ ഭയം. ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളുള്ള നാടുകളിലാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ആരാധനയ്ക്കൊന്നും ഒരു തടസ്സമില്ല, നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് ദേശങ്ങളിൽ ആൾക്കാർക്ക് അത് അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് ഭയത്തിലാണ്, അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയത്തിലാണ് അവർ ഒന്നിച്ചു കൂടിയിരുന്ന് യേശുവിനെ ആരാധിക്കുന്നത്. അപ്പം ആ ഭയം നമ്മുടെ മുമ്പ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഈ സമയത്ത്, ഈ നൂറ്റാണ്ടിൽ, ഈ സമയങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഭയമില്ലാത്തത് കൊണ്ട് ആർക്കും യേശുവിനെ ശരണപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആരും ഭയമില്ല. നമുക്ക് ആരെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനും വഴക്ക് കൂടാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം കൊണ്ട് സ്വാതന്ത്ര്യങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഭയമില്ല. പക്ഷെ നമുക്ക് വേറെ കാര്യങ്ങളിൽ ഭയമുണ്ട്. നമുക്ക് പല പല കാര്യങ്ങൾ ഓരോരുത്തർക്കും ഭയമുണ്ട്. പക്ഷെ എന്ത് ഭയമാണെങ്കിലും യേശു എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. യേശു കള്ളം പറയാണ്. പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കി പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ദൈവം പറയുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. നീ കടലിന്റെ അഗാധത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്ന ഓരോ വചനങ്ങളും അത് യേശു ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അതായത് യോന കടലിന്റെ അടിയിൽ കൂടെ യാത്ര ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ നിലവിൽ വന്ന് സുശേഷം എത്തിക്കാൻ പറ്റി. ദാനിയേലിന്റെ കൂട്ടുകാരി തീച്ചൂളയ്ക്കകത്ത് കിടന്നിട്ട് തീച്ചൂളയ്ക്കകത്ത് സുഖമായിട്ട് ദൈവം ഇറക്കിക്കൊണ്ടു. നമ്മുടെ മുടി പോലും കല്ലിലെന്നാ പറയുന്നത്. അല്ല, പത്രോസ് കടലിൽ വീണോയി യേശു കൈ നീട്ടി പൊക്കിയെടുത്തു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട്. വിധവയുടെ കഥ വായിക്കുകയാണെങ്കിൽ
എനിക്കാണെങ്കിൽ കഴിക്കാൻ ഭക്ഷണമില്ല എന്നാ പറഞ്ഞത്. പ്രവാചകനോട് പറഞ്ഞ് എൻ്റെ വീട്ടില് എനിക്കും എൻ്റെ മകനും കഴിക്കാനുള്ള അപ്പം ഉണ്ടാക്കാനുള്ള മാവ് മാത്രമേ ഉള്ളൂ, കുറച്ച് എണ്ണ എൻ്റെ കുപ്പി ഇരിപ്പുണ്ട്, അത് ഞങ്ങൾ അത് ഇന്ന് ഉണ്ടാക്കി കഴിക്കും, ഞങ്ങൾ എന്നിട്ട് മരിക്കും. പിന്നെ ക്ഷാമം കഴിയുന്നത് വരെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ദൈവം അവർക്ക് കൊടുത്തു. പ്രവാചകൻ പറഞ്ഞ് നീ ആദ്യം എനിക്കുണ്ടാക്കിത്ത, എന്നിട്ട് പിന്നെ ക്ഷാമം കഴിയുന്നതിനുള്ള ഭക്ഷണം അവർക്കും അവരുടെ വീട്ടുകാർക്കും കഴിക്കാനായിട്ട് ദൈവം കൊടുത്തു. അത് ഏത് മേഖലകളിലായിക്കോട്ടെ, എന്തെല്ലാം മേഖലകളിലായിക്കോട്ടെ, ദൈവം നമ്മളെ വിശ്വാസികളായി നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം തയ്യാറെടുത്ത് നിൽക്കുന്ന ദൈവം പറഞ്ഞ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ആരാണ് ദൈവം? നമ്മൾ ആരാധിക്കുന്നത് ഒരു ജീവനില്ലാത്ത ദൈവത്തെ അല്ല, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്ന യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളും മരിക്കും, ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യരെ പോലെ നമ്മളും മരിക്കും. പക്ഷെ എന്താ വ്യത്യാസം? യേശു മരിച്ചു, യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. യേശു പറഞ്ഞ് പൗലോസ് പറയുന്നത്, യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ വിശ്വാസികളായി നമ്മളെല്ലാവരും മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേക്കും. യേശു കള്ളം പറയുന്നവരല്ല. യേശു രണ്ടാമത് വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വാഴുവാനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ഇതേപോലെ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ നേട്ടം അതാണ്. ബാക്കിയുള്ള ലോകത്തുള്ള മനുഷ്യരെല്ലാവരും മരിച്ച് അവർ മണ്ണായി പോകും. അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ ആത്മാവ് സ്വർഗത്ത് പോകുന്നതാണ്. നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? നമ്മൾ ഇതേപോലെ തന്നെ, നമ്മളിപ്പോ കാണുന്നതൊക്കെ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ അവനോട് കൂടെ വാഴും. ഈ ഭൂമിയിൽ നമ്മളാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പൊ പൗലോസ് എന്താ പറഞ്ഞത്? ദൂതന്മാരെ ഭരിക്കാൻ പോകുന്നവരാണ് വിശ്വാസികൾ. ആകാശത്ത്, അതായത് ഒരു ഭൂമിയുടെ ഒരു ഗോളം എടുത്ത് ഒറ്റ കൈ കൊണ്ട് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ശക്തിയുള്ള മാലാഖമാരുള്ള ദൈവത്തിന്റെ ദൂതന്മാരിൽ നമ്മൾ അവരെ ഭരിക്കാൻ, അവരുടെ മുകളിലാണ് നമുക്ക് സ്ഥാനം വന്നിരിക്കുന്നത്. അപ്പൊ അത്ര ശ്രേഷ്ഠമായ ഒരു ജനതയാണ് യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ. നമുക്കിപ്പൊ നോക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. ബാക്കിയുള്ളവരെ പോലെ നമുക്ക് കഷ്ടപ്പാടുണ്ട്, ബാക്കിയുള്ളവരെ പോലെ തന്നെ നമുക്ക് ദാരിദ്ര്യമുണ്ട്, ബാക്കിയുള്ളവരെ പോലെ തന്നെ നമുക്ക് ഭയവും ആകുലതയും എല്ലാ ദിവസവും ഉണ്ട്. ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ നമുക്ക് കാണുമായിരിക്കും. അവരെ പോലെ തന്നെ ദേഷ്യം നമുക്കും വരും, അവരെ പോലെ തന്നെ കോപം നമുക്കും വരും, അവരെ പോലെ തന്നെ അടിക്കാനുള്ള ആഗ്രഹം നമുക്കും ഉണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, നമ്മൾ യേശുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവനിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ദൈവം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള ലോക മനുഷ്യര്, ലോകത്തുള്ള അവിശ്വാസികളായ മനുഷ്യരെക്കാളും നമുക്കത് വ്യത്യാസമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ പിതാവ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മുടെ വിശ്വാസികളായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം പരിശുദ്ധാത്മാവ് കൊണ്ട് നമുക്ക് ഏത് സാഹചര്യങ്ങളും യേശു പറഞ്ഞ തന്നെ ഭയം കൂടാതെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ 100-ാമത്തെ പാട്ട് പാടാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമുക്കിന്ന് സന്തോഷിച്ച് യേശു നമ്മളെ ഭയപ്പെടാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം. 100-ാമത്തെ പാട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. Mother,
സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തുതിക്കുന്ന യേശുവേ മഹത്വപ്പെടുത്തേവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ കടന്നു വരണമേ. ഭയം കൂടാതെ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ശക്തി തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രമായിട്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്ന യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവാണ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത്. യേശുവാണ് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തത്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനായ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹമായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഭൂമുഖം മുഴുവൻ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് പരിശുദ്ധാത്മാവിന് സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവെ ശക്തി പകർന്ന പാട്ട് നമുക്ക് പാടാം. എല്ലാവരും കാണാൻ അറിയുന്ന പാട്ടാണ്. പുസ്തകം വേണ്ട, പുസ്തകം താഴെ വെച്ച് കൈ അടിച്ച് നമുക്ക് ഈ പാട്ട് പാടാം. Yeah.
100. സങ്കീർത്തനം 90. ബൈബിളെടുക്കില്ല. Psalm 100. മലയാളത്തിൽ ഇംഗ്ലീഷിൽ മലയാളത്തിൽ വായിക്കുന്ന ആൾ മയക്കെടുത്ത് വായിക്കണം, അല്ലെങ്കിൽ കേൾക്കത്തില്ല. ആരും വായിക്കണം. മലയാളത്തിൽ പിന്നെ ഇംഗ്ലീഷിൽ മാറി. ഈ പള്ളിയിലെ ബൈബിളാണെങ്കിൽ പേജ് 663. പേജ് 663. Psalm 100. Sorry, 90. സങ്കീർത്തനം 90 തെറ്റിച്ച് പറഞ്ഞു. സോറി. മലയാളത്തിൽ വായിക്കാം, പിന്നെ അടുത്ത ഇംഗ്ലീഷിൽ വായിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. Lord, you have been our dwelling place in all generations. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായി ശാശ്വതമായും ദൈവം ആകുന്നു. Before the mountains were brought forth, or ever you had formed the earth and the world, from everlasting to everlasting, you are God. നീ മർത്യരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അരുളി ചെയ്യുന്നു. You turn us back to dust and say, turn back, you mortals. 1000 സംവത്സരം നിന്റെ ദൃഷ്ടി ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. For 1,000 years in your sight are like yesterday when it is past, or like a watch in the night. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. You sweep them away, they are like a dream, like grass that is renewed in the morning. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. In the morning it flourishes and is renewed, in the evening it fades and withers. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. For we are consumed by your anger, by your wrath we are overwhelmed. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. You have set our iniquities before you, our secret sins in the light of your countenance. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. For all our days pass away under your wrath, our years come to an end like a sigh. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. The days of our life are 70 years, or perhaps 80, if we are strong. Even though their span is only toil and trouble, they are soon gone and we fly away. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും വിധിക്കുന്നവൻ ആര്? Who considers the power of your anger? Your wrath is as great as the fear that is due you. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. So teach us to count our days, that we may gain a wise heart. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. Turn, O Lord, how long? Have compassion on your servants. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. Satisfy us in the morning with your steadfast love, so that we may rejoice and be glad all our days. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അടക്കം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. Make us glad as many days as you have afflicted us, and as many years as we have seen evil. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുത്തുമാറാകട്ടെ.
Let your work be manifest to your servants and your glorious power to their children. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. Let the favor of the Lord our God be upon us, and prosper for us the work of our hands. O prosper the work of our hands. നമുക്ക് വചനം കേൾക്കാനായിട്ട് പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനം, 2-ാം ലേഖനം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 13 വരെ നമുക്ക് വായിക്കാം. നമുക്ക് വായിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബൈബിളിൽ 1332, പള്ളിയിലെ ബൈബിളാണെങ്കിൽ 1332, എപ്പിസ്റ്റൽ ഓഫ് പോൾ ടു തിമോത്തി, സെക്കൻഡ് ലെറ്റർ ഓഫ് തിമോത്തി, 2nd chapter, verse 1 to 13. കർത്താവായ ദൈവമേ, ഞങ്ങളിന്ന് രാവിലെ അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിക്കാനും വിളിച്ചു കൂടി നന്ദി പറയുന്നു. കേൾക്കാൻ പോകുന്ന വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ജ്ഞാനമുള്ള ദൈവമേ, ജ്ഞാനിയായ ദൈവമേ, ഞങ്ങളുടെ ജ്ഞാനം പ്രകാശിപ്പിക്കണമേ. ഇത് വചനങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേകം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കേൾക്കുന്ന വചനം പ്രാവർത്തികമാക്കാനായിട്ട് ഞങ്ങൾക്ക്, പ്രതികൂല സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശക്തി തരണമേ. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരാൾക്ക് വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മയക്കെടുത്ത് വായിക്കണം. വായിക്കുന്ന ആള്. എന്റെ മകനെ, ക്രിസ്തു യേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യനെ ഭരമേൽപ്പിക്കുക. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. ദൈവജനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള രക്ഷ നിത്യ തേജസ്സിനോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. തിമോഥെയോസിന്റെ ലേഖനമാണ് നമ്മൾ വായിച്ചത്. പൗലോസ് തിമോഥെയോസിനോട് എന്താ പറയുന്നത്? എൻ്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുന്നു. യേശുവിൻ്റെ കൃപയിലാണ് നമ്മൾ ശക്തിപ്പെടുന്നത്. ലോകത്തുള്ള ബാക്കി മനുഷ്യരുടെ അത്രയും ബുദ്ധിയോ കഴിവുകളോ ഒന്നും നമുക്കില്ലായിരിക്കും. ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും ഉണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ബുദ്ധി കുറഞ്ഞവരും ശക്തിയില്ലാത്തവരൊക്കെയാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ യേശുവിൻ്റെ പ്രത്യേക കൃപയാലാണ് നമ്മൾ ഓരോ ദിവസവും നീങ്ങുന്നത്. ബാക്കിയുള്ള മനുഷ്യരെ പോലെ നമുക്കും കള്ളം പറയണമെന്ന് ആഗ്രഹമുണ്ട്,
ബാക്കിയുള്ള മനുഷ്യരെ പോലെ നമുക്കും ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, വഴക്കൂടാൻ ആഗ്രഹമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? ജീവനുള്ള ദൈവം, എനിക്ക് വേണ്ടി കുരിശിൽ വെച്ച ദൈവത്തിന്റെ പ്രത്യേക കൃപ അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ടുള്ള ബാക്കിയുള്ള മനുഷ്യരെക്കാളും എനിക്ക് പ്രത്യേകതകൾ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ മേന്മയല്ല, യേശു നമ്മളെ കൃപയിൽ ഇരുത്തിയിരിക്കുന്നതിനുള്ള മേന്മയല്ല. അതായത് എൻ്റെ പാരമ്പര്യം കൊണ്ടോ എൻ്റെ പ്രത്യേകമായി ഞാൻ പഠിച്ച ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ടാണ് ബാക്കി ഭൂമുഖത്തുള്ള മനുഷ്യരെക്കാളും എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഉള്ളത്. അത് നമുക്ക് ആർക്കും ഒരു മേന്മയും പറയാനും ഇല്ല. കാരണം ലോകത്തുള്ള മനുഷ്യരെ നോക്കിയോ, നമ്മളെക്കാളും എന്തുമാത്രം മിടുക്കരായ മനുഷ്യരാണ് ലോകത്തുള്ളത്. പക്ഷേ നമ്മൾ അതിനിടയ്ക്ക് ഒരു മിന്നാമിനിങ് വെട്ടം പോലെ നമ്മൾ പ്രശോഭിക്കുന്ന എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മളിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കള്ളം പറയാതിരിക്കാനും, കുറച്ച് മോഷ്ടിക്കാതിരിക്കാനും, കുറച്ച് സത്യസന്ധത കാണിക്കാനും ഒക്കെ നമുക്ക് ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് പ്രത്യേകമായിട്ടുള്ള ശക്തി തരും. ആരെങ്കിലും ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ പാപം ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ മോഷണം ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് സ്വന്തം മേന്മ കൊണ്ടാണ് പറയുന്നതെങ്കിൽ ആ വ്യക്തിക്ക് യേശു ക്രിസ്തുവിന്റെ ആവശ്യമില്ല. വേറൊരു വ്യക്തി പറയാണ്, ഞാൻ ഇതെല്ലാം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അത് യേശു ക്രിസ്തു എന്നെ പ്രത്യേകമായിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ്. ആ സഹായത്തിനാണ് പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നു. അപ്പോൾ പൗലോസ് എന്താ പറയുന്നത്? എന്റെ മകനെ യേശു ക്രിസ്തുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. രണ്ടാമത്തെ വചനം, നീ അനേകം സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. നീ അനേക സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ മനുഷ്യരെ പരമേൽപ്പിക്കുക. അതായത് അത് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വാക്ക് വ്യത്യാസമുണ്ട്. എന്നോട് നല്ല, എന്നിൽ നിന്നും കേട്ടതാണ് എഴുതേണ്ടത്. പക്ഷെ അത് ബൈബിളിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പൗലോസ് എന്താ ഉദ്ദേശിക്കുന്നത്? പൗലോസ് തിമോത്തിയോസിനെ പഠിപ്പിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ടു. അപ്പൊ അനേകം ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് തിമോത്തിയോസിനെ പൗലോസ് പഠിപ്പിച്ചത്. അനേക സാക്ഷികളുടെ മുമ്പാകെ എന്നിൽ നിന്ന് കേട്ടതല്ല മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നീ കഴിവുള്ള വിശ്വസ്തരായ ആൾക്കാരെ ഫലമേൽപ്പിക്കും. ഞാൻ ഒരു വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ വചനം എന്നെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് എനിക്ക് മോഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എന്തുകൊണ്ട് മോഷ്ടിക്കുന്നില്ല? കാരണം യേശു ക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് മോഷ്ടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ മോഷ്ടിക്കുന്നില്ല. എനിക്ക് കള്ളം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും, എനിക്ക് പൊങ്ങച്ചം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും യേശു ക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം, എനിക്ക് യേശു ക്രിസ്തുവിന്റെ കൃപയല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് പൊങ്ങച്ചം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് മറ്റുള്ള ദുഷിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്ത് തന്നെയാണ്, എനിക്ക് എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു എനിക്ക് തന്നത് കൊണ്ടാണ്, യേശു ക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ മേന്മയൊക്കെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നത്. അത് എനിക്കൊരു അഹങ്കാരത്തിന് അതിനകത്ത് വകയില്ല. അപ്പൊ പൗലോസ് എന്താണ് പറയുന്നത്? നീ എന്നിൽ നിന്ന് പഠിച്ച കാര്യങ്ങള്, തിമോത്തിയോസ് നല്ല ഒരു ശിഷ്യനായിരുന്നിരിക്കണം, അതുകൊണ്ടാണ് പ്രത്യേക ലേഖനം തന്നെ തിമോത്തിയോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത് പൗലോസ്? നീ എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങള് നീ മറ്റുള്ളവരെ ഫലമേൽപ്പിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് പഠിപ്പിച്ചു. അതിനുശേഷം പൗലോസ് യേശു ക്രിസ്തുവിനെ കണ്ടതായിട്ട് പറയുന്നില്ല. പൗലോസ് എന്താ പറയുന്നത്? ഒരു വെളിപാട് വഴിയാണ് എനിക്കിതെല്ലാം വെളിവാക്കപ്പെട്ടത്. പൗലോസിന് നമ്മൾ വായിക്കുന്ന ഈ പഴയ നിയമങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കാണാപ്പാടം തന്നെ ആയിരുന്നിരിക്കണം. എന്നിട്ട് പറയുന്ന ഒരു വെളിപാട് വഴിയാണ് എനിക്ക് ഇതെല്ലാം വെളിവാക്കപ്പെട്ടത്. യേശുക്രിസ്തുവിന്റെ രഹസ്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ പഠനങ്ങൾ, യേശുക്രിസ്തുവിന്റെ സുവിശേഷമെല്ലാം ഒരു വെളിപാട് വഴിയാണ് ഫരീസയനായ ജ്ഞാനിയായ പൗലോസ് പറയുന്നത്. എനിക്കിതെല്ലാം ഒരു വെളിപാട് വഴിയാണ് കിട്ടിയത്. ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ പൗലോസ് പറയുന്നു, എനിക്ക് സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ കിട്ടിയത് യേശുക്രിസ്തുവിന്റെ ഒരു വെളിപാട് വഴിയാണ്. അപ്പം യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു, പൗലോസിനെ പഠിപ്പിച്ചു, പൗലോസിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ വെളിപാട് വഴി പഠിപ്പിച്ചു കാണും. അടുത്ത പറയുന്നത്, ക്രിസ്തു യേശുവിന്റെ നല്ല പടനായി നീയും എന്നോട് കൂടെ
കഷ്ടത സഹിക്കുക. എന്താ പറയുന്നത്? നമ്മുടെ ചില ആൾക്കാർ പറയും, നമ്മൾ യേശുവിനെ അറിഞ്ഞപ്പം എൻ്റെ രോഗം മാറി, യേശുവിനെ അറിഞ്ഞപ്പം എൻ്റെ കടം മാറി, യേശുവിനെ അറിഞ്ഞപ്പം എന്നെ എക്സാമിന് പാസ്സായി, യേശുവിനെ അറിഞ്ഞപ്പം എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, നല്ല കാര്യങ്ങൾ കിട്ടിയെന്ന് മാത്രം നമ്മൾ പറയും. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നീ ക്രിസ്തുയേശുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കുക, നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും എന്നാണ് യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കുക. എന്താണ് പടയാളികൾ ചെയ്യുന്നത്? പടയാളി എന്ന് പറയുമ്പോൾ എന്താണ് പടയാളി? പടയാളി എന്താ? യുദ്ധത്തിന് പോകുന്ന ആള്, ഷിജു പറഞ്ഞു. അവരെന്താ ചെയ്യുന്നത്? അവര് ഏത് രാജ്യത്തിന്റെ പടയാളിയാണോ ആ രാജ്യത്തിന്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി അവര് ജോലി ചെയ്യും. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവര് ജോലി ചെയ്യും. അതാണ് ഒരു പടയാളിയുടെ ജോലി. നമ്മൾ ക്രിസ്തുയേശുവിന്റെ പടയാളിയാണെങ്കിൽ നമ്മൾ ക്രിസ്തുയേശുവിന്റെ രാജ്യത്തിന് വേണ്ടി, ആ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യണം. അതാണ് തിമോത്തിയോസിനോട് പൗലോസിന് പറയാനുള്ളത്. നീ ക്രിസ്തുയേശുവിന്റെ നല്ല പടയാളിയെ പോലെ നീ കഷ്ടതകൾ സഹിക്കുക. അതായത് പടയാളികള് നമുക്കറിയാം, കൊച്ചായിരിക്കുമ്പോഴായിരിക്കും ഇവരെല്ലാരും അത് ചേരുന്നത്, മിലിറ്ററിയിലോട്ട് ചേരുന്നത്. ചേർന്ന് കഴിഞ്ഞാൽ അവർ എത്രയോ വർഷങ്ങളുടെ കായിക അഭ്യാസം, അവരുടെ ട്രെയിനിങ് വളരെ വളരെ പ്രയാസപ്പെട്ടാണ് അവര് ട്രെയിനിങ് നടത്തുന്നത്. ആ ട്രെയിനിങ്ങിന് ശേഷമാണ് ഇവരെ അതിർത്തി സംരക്ഷിക്കാനായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഇവരെ വിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എളുപ്പമാണ്, അവിടെയും കഷ്ടപ്പാടുണ്ട്. ശത്രുക്കൾ അവരെ നിരന്തരമായിട്ട് അവരെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിക്കുകയും വളരെ ക്രൂരമായി കൊല്ലപ്പെട്ട പടയാളികളെ കുറിച്ച് നമുക്കറിയാം. അതാണ് പടയാളിയുടെ ജോലി. അപ്പൊ അവർക്ക് നമ്മൾ വിചാരിക്കും അവർക്ക് നല്ല ശമ്പളമുണ്ട്, അവർക്ക് മരണം വരെ അവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള ശമ്പളം ഗവൺമെന്റിൽ നിന്ന് കിട്ടും, ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവര് നല്ല എളുപ്പമുള്ള ജോലിയാണ് അവിടെ ചെയ്യുന്നത്. കഷ്ടപ്പെട്ട ജോലിയാണ് അവര് ചെയ്യുന്നത്. അവര് കഷ്ടപ്പെട്ട്, ഈ നമ്മളെ ഇന്ത്യൻ പടയാളികള്, ഇന്ത്യൻ മിലിറ്ററി ജോലി ചെയ്യുന്ന പടയാളികള് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇന്ത്യക്കാരായ നമ്മള് സുരക്ഷിതമായിട്ട് ഇന്ത്യക്കകത്ത് ജീവിക്കുന്നത്. അല്ലേ? കടലിലായാലും വ്യോമസേനയായാലും ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും അവരുടേതായ മേഖലകളിൽ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അതിനകത്ത് കുറെ ആൾക്കാർ തിന്മ ചെയ്യുന്നവരുണ്ട്. അവർ ശത്രുവിനോട് ചേർന്ന് ഇന്ത്യ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ അതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരുടെ ദൗത്യം, അവരുടെ ഉത്തരവാദിത്വം എന്താണ്? അവരെ ഇന്ത്യ ഗവൺമെന്റ് അവരെ എടുത്തിട്ടുണ്ടെങ്കിൽ, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്ത്യയിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് എന്താ? ഈ ക്രിസ്തുയേശുവിന്റെ വിശ്വസ്തനായ പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കുക. നമ്മൾ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പടയാളികളാണ്. നമ്മൾ പറയുന്നത് എപ്പോഴും കേൾക്കും, സൈനികളുടെ കർത്താവ്. അതായത് പടയാളികളെ നയിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതായത് നമ്മുടെ ഈ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പടയാളി ആയിരിക്കുന്ന നമ്മൾ ഭടനാണെങ്കിൽ നമ്മളെ നയിക്കുന്നത്, നമ്മളെ ഈ ജോലിക്ക് എടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനോട് ആത്മാർത്ഥത കാണിക്കുക. നമ്മൾ അതുകൊണ്ട് തന്നെ കഷ്ടത സഹിച്ചായാലും നമ്മുടെ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണമെന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. തന്നെ പടയാളിയായി തിരഞ്ഞെടുത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു പടയാളി ദൈനംദിന ജീവിത കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അപ്പൊ നമ്മൾ യേശു ക്രിസ്തുവിന്റെ പടയാളിയായി ജോലി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കണം? പടയാളി ചെയ്ത ജോലിയായിരിക്കണം. ഇന്ത്യൻ മിലിറ്ററി ജോലി ചെയ്യുന്ന ആള്, എൻ്റെ അപ്പൻ നാട്ടില് ഭയങ്കര 1000 ഏക്കർ റബ്ബർ ഉടമസ്ഥനായതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. എൻ്റെ അപ്പന് 1000 ഏക്കർ റബ്ബർ തോട്ടം ഉള്ളത് കൊണ്ട് എനിക്ക് പാർട്ട് ടൈം ജോലി മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് സമ്മതിക്കും. ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സമയവും ജോലി ചെയ്യണം. അതാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.
അതുപോലെ ക്രിസ്തു യേശുവിന്റെ ഒരു പഠനമായിട്ട് ക്രിസ്തു യേശു നമ്മളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഈ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവര് ഈ നമ്മുടെ ആരെങ്കിലും ഇന്ത്യയിലായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും നമ്മൾ എല്ലാ ദിവസവും പാകിസ്ഥാൻ അതിർത്തി കിടക്കുന്നവര്, ലഡാക്കിന്റെ അതിർത്തി കിടക്കുന്നവര്, ചൈനയുടെ അതിർത്തി കിടക്കുന്നവരെ ഓർത്ത് വിഷമിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതം സ്വന്തം സുഖമായിട്ടൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും ചോർന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതുകൊണ്ട് അത് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം 99% ആൾക്കാർ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാം. അവര് ജോലി ചെയ്യുന്നു, നമ്മൾ സുരക്ഷിതരായിട്ട് അത് പിടിക്കുന്നു. അതുപോലെ നമ്മുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ആൾക്കാര് അവരെ സംരക്ഷിക്കേണ്ട ചുമതല അവരെ കേട്ടാലും ഇല്ലെങ്കിലും, അവർ സഹകരിച്ചാലും ഇല്ലെങ്കിലും അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അവർ സഹകരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുറം രാജ്യങ്ങളുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ജനങ്ങള് പള്ളി വരുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത് ജനങ്ങള് ആടുകളെ പോലെയാണ്, അവർക്ക് ബോധമില്ല. ആടുകൾക്ക് ബുദ്ധി കുറവില്ല. സാധാരണ മൃഗങ്ങളുടെ അത്രയും ബുദ്ധി ഉള്ളതായിട്ട് ബുദ്ധി കുറവാണ്. അപ്പൊ നമ്മൾ പറയും ആട് അവിടെ ഈ റോഡ് കടക്കണം, കാറ് വരുന്നെങ്കിൽ ആടിനെ അറിയാം, ആട് കടന്നു പോകും. ഈ ആട്ടിനെ പറയും ഇങ്ങോട്ട് നിൽക്കാൻ പറയും. ആടിക്കാരൻ അവന്റെ ഭാഷയെ പറയുമായിരിക്കും, പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവരെന്താ അവരെ അടിഞ്ഞറിഞ്ഞ് നടക്കുന്ന ആളുകൾ. അത് ആട്ടിന്റെ ജോലി എന്താ? അവരെ കൂട്ടി ചേർത്ത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണം. അതുപോലെ ആയിരിക്കണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര്. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു ഏൽപ്പിക്കും. യേശു ദൈവമാണ്, യേശു ജീവനുള്ള ദൈവമാണ്, യേശു മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റ്, നമ്മൾ ഉയർത്തെഴുന്നേറ്റ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നും ആളുകളെ പോലെയാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് എന്റെ ആ സുഹൃത്ത് പറയുന്നത്. അതുകൊണ്ട് യേശു ആട്ടിടന്റെ ആട്ടിടന്മാരെ പോലെ ആയിരിക്കണം. അത് അന്നത്തെ സാഹചര്യം, അന്നത്തെ ആൾക്കാരുടെ ജോലി ആയതുകൊണ്ട് മാത്രം എനിക്ക് തോന്നി. ഇപ്പൊ ആലോചിച്ചാലും അങ്ങനെ തന്നെയാണ്. ആളുകളാണെങ്കിൽ അടിഞ്ഞരഞ്ഞ് കിടക്കുന്നത്. അത് നമ്മള് ക്രിസ്തു യേശുവിന്റെ പഠനാണെങ്കിൽ, നമ്മളൊരു നല്ല ആട്ടിടയനാണെങ്കിൽ ആട്ടിടയൻ ആളുകളെ സംരക്ഷിക്കുന്നത് പോലെ ഒരു രാജ്യത്തെ ആ രാജ്യത്തിന്റെ ആൾക്കാരെ അവര് ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും അവരെ സംരക്ഷിക്കുന്നത് പോലെ ഈ പൗലോസ് തിമോഥെയോസിനോട് പറയാ, നീ നല്ലൊരു പടയാളികളെ പോലെ ക്രിസ്തു യേശുവിന്റെ നല്ല പടയാളിയെ പോലെ നീ കഷ്ടതകൾ സഹിക്കുക. അപ്പൊ നമ്മൾ തിരിച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായാലും നമ്മൾ അത് വിഷമിക്കുന്ന കാരണം അത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു യേശുവിന്റെ പടയാളിയായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ആദ്യം എന്താ പൗലോസ് പറയുന്നത്? തിമോഥെയോസിനോട് പറയുന്നത്, നീ ഒരു ഭടനെ പോലെയാണ്. അതുകൊണ്ട് ജോലിയിലേക്ക് എടുത്ത ആളിനോട് നീ ആത്മാർത്ഥത കാണിക്കുക. കഷ്ടപ്പാടുണ്ടായാലും കുഴപ്പമില്ല, കഷ്ടപ്പാടുണ്ടാകും. അപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാണ് ആടുകളെയും ആട്ടിടേന്റെയും ഉപമ പറഞ്ഞത്. അടുത്ത കാര്യം പറയുന്ന 5-ാം വാക്യം, ഒരുവൻ മത്സരിക്കുന്നുവെങ്കിൽ അവൻ നിബന്ധനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. ഞാനൊരു ഓട്ട മത്സരത്തിന് പോവുകയാണ്. എനിക്ക് നല്ല സ്പീഡിന് ഓടാൻ പറ്റും. ചിലപ്പം ലോകത്തുള്ള ഏറ്റവും വേഗത കൂടിയ മനുഷ്യരെക്കാളും ഓടാൻ എനിക്ക് പറ്റുമെങ്കിലും എനിക്ക് നിയമങ്ങൾ അറിയണം. ആ നിയമാനുസൃതം ഓടിയാൽ മാത്രമേ എനിക്ക് ഒളിമ്പിക്സിൽ പോയാൽ പ്രൈസ് കിട്ടത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് കൊണ്ട് എനിക്ക് അവർ 1ാം സമ്മാനം തരത്തില്ല. അവർക്ക് കുറച്ച് നിയമങ്ങളുണ്ട്. അവരൊരു ട്രാക്ക് വരച്ചിട്ടുണ്ട്. ആ ട്രാക്കിനകത്തൂടെ ഓടണം, ഇന്ന രീതിയിൽ ഓടണം, ഇന്ന സ്പീഡിന് ഓടണം. അപ്പുറത്തെ ഇപ്പുറത്തെ ട്രാക്കിലൂടെ ഓടുന്നവരെ ശല്യപ്പെടുത്താൻ പാടില്ല. അവരെ തോൽപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഡ്രഗ്സ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ അവർക്കുണ്ട്. എല്ലാ നിയമങ്ങളും പാലിച്ച് ഓടി തീർക്കുന്ന ആൾക്ക് മാത്രമേ 1ാം സമ്മാനം കിട്ടത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഓടിയാൽ പോരാ. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന് വേണ്ടി ഓടുന്നവരാണെങ്കിൽ നമ്മൾ ആ നിബന്ധനകൾ പാലിച്ച് ഓടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകം എങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് സുവിശേഷം പ്രസംഗിക്കാനാണോ പറഞ്ഞത്?
യേശുക്രിസ്തു കുറിച്ച് യേശുക്രിസ്തു നമ്മൾ എന്ത് പാപം ചെയ്താൽ നമ്മളെ ക്ഷമിക്കും എന്ന് നമുക്കറിയാം. എന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയും ജീവിച്ച് സുവിശേഷം പ്രസംഗിച്ച് അങ്ങ് തീർക്കാം, അങ്ങ് ചെല്ലാം. ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് ഞാൻ അങ്ങ് സ്വർഗത്ത് ചെല്ലും, അങ്ങനെയൊക്കെയുള്ള ധാരണയിലാണ് കുറെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ യേശുക്രിസ്തുവിനോട് നമ്മൾ ഓടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സ്പീഡുള്ള ഓട്ടക്കാരനായാലും ഈ ഒളിമ്പിക്സിന് നിയമമുണ്ട്. ആ നിയമത്തിന്റെ കീഴിൽ ആ നിയമങ്ങൾ അനുസരിച്ച് ഓടിയാൽ മാത്രമേ അയാൾക്ക് കിരീടം കൊടുക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടാം. ഒളിമ്പിക്സ് മാത്രമല്ല, നമ്മൾ ഏത് മേഖലകളിലായിക്കോട്ടെ നമുക്ക് അംഗീകാരം വേണമെങ്കിൽ നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചിട്ട് വേണം നമ്മൾ ഓടാനായിട്ട്. ഞാനൊരു കുടുംബത്തിൽ ജീവിക്കുകയാണ്, ഞാനൊരു ഭാര്യയാണ്. ഞാൻ എങ്ങനെയും ജീവിച്ചാൽ ഈ കുടുംബത്തിന്റെ ഭാര്യയോ ഈ കുടുംബത്തിലെ പിള്ളേരുടെ അമ്മയോ ആകത്തില്ല. ഒരു ഭാര്യയ്ക്ക് കുറെ ചുമതലകൾ നമ്മൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ബൈബിൾ ആധികാരികമായിട്ട് എടുത്താലും അതിന് നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ കീഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഞാനൊരു ഉത്തമയായ ഭാര്യയും ഉത്തമയായ അമ്മയോ മകളും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിളമ്പി കൊടുത്ത് തുണി കഴുകി കൊടുത്ത് പാത്രങ്ങൾ കഴുകി എല്ലാം ചെയ്തത് കൊണ്ട് ഞാനൊരു അമ്മയും ഭാര്യയും ആകത്തില്ല. അമ്മയും ഭാര്യയ്ക്കും വേറെ നിബന്ധനകളുണ്ട്. അതെല്ലാം പാലിച്ചാൽ മാത്രമേ ഞാൻ ഒരു അമ്മയോ ഭാര്യയോ ആകത്തുള്ളൂ. അതുപോലെ തന്നെ ഭർത്താവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി മാസാവസാനം ശമ്പളം കൊണ്ടുവന്ന് പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങിച്ച് പച്ചക്കറി വാങ്ങിച്ചു കൊടുത്ത് മീനും ഇറച്ചിയും വാങ്ങിച്ചു കൊടുത്താൽ ഭർത്താവ് പോകും. ഭർത്താവിനും ബൈബിളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താൽ മാത്രമേ ഭർത്താവ് ആകത്തുള്ളൂ, കുടുംബനാഥനാകുള്ളൂ. ഏത് മേഖലയിലായാലും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സമ്മാനത്തിന് അർഹത കിട്ടുകയുള്ളൂ. എങ്ങനെയും ഭർത്താവാകുക, എങ്ങനെയും ഭാര്യയാകുക, എങ്ങനെയും മകനാകുക എന്നല്ല. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഭാര്യ ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭർത്താവായിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മകനായിരിക്കേണ്ടത്, എങ്ങനെയാണ് മകളായിരിക്കേണ്ടത്, അമ്മയായിരിക്കേണ്ടത്, അച്ഛനായിരിക്കേണ്ടത്. അമ്മയായാലും അച്ഛനായാലും ബൈബിളിലെ നിബന്ധന പ്രകാരം ഞാൻ ജീവിക്കുന്നെങ്കിൽ മാത്രമേ. കാശുണ്ടാക്കി കൊടുത്താൽ കൊണ്ട് ഒരു അച്ഛനോ അമ്മയോ അപ്പനോ അമ്മയോ ഒന്നും ആകത്തില്ല, ഭാര്യ ഭർത്താവോ ഒന്നും ആകത്തില്ല. നിബന്ധനകൾ പാലിച്ച് ജോലി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സമ്മാനത്തിന് അർഹത കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ ചില പിള്ളേർ പറയായിരിക്കും, ചില ആൾക്കാർ പറയും ഭർത്താവ് കുടിച്ചാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന് അങ്ങനെ യേശുക്രിസ്തു വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് അതിലോട്ട് പോകുന്നില്ല. ഞാൻ നിബന്ധനകൾ പറഞ്ഞ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം മാസം അവസാനം ശമ്പളം എടുത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തത് കൊണ്ട് മാത്രം ഒരു അപ്പനോ ഒരു ഭർത്താവോ ആകുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവിടെ തുണി കഴുകി കൊടുത്ത് തേച്ച് വെച്ചതുകൊണ്ട് ഒരു ഭാര്യയോ അമ്മയോ ആകുന്നില്ല. ക്രിസ്തു യേശുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്ന പ്രകാരം നിയമപ്രകാരം ജീവിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയോ ഒരു അമ്മയോ ഒരു ഭർത്താവോ അച്ഛനോ ആകുന്നുള്ളൂ. നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോവാം. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. നമ്മള് അധ്വാനിക്കുന്നവര് അതിന്റെ ഫലം കഴിക്കണം. അതായത് നമ്മൾ സുവിശേഷം പ്രസംഗിച്ചാൽ സുവിശേഷത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കിട്ടും. യേശു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അധ്വാനത്തിന്റെ ഫലം ഞാൻ തരും. നമ്മൾ ഒരുപാട് ആകുലപ്പെടേണ്ട. ഇതിന്റെ യഥാർത്ഥ വ്യാഖ്യാനമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് പ്രസംഗിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പറയാണ്. നമ്മളെല്ലാവരും സുവിശേഷ ജോലിയാണെങ്കിൽ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, നീ മുഴുവൻ സമയം പ്രസംഗിക്കുക, മുഴുവൻ സമയം സുവിശേഷ ജോലി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തിമോത്തിയോസിനോട് പറഞ്ഞു, നീ ആദ്യം ഫലപ്പെടേണ്ട, നീ കൃഷി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യ ഫലം നിനക്ക് കിട്ടും. നീ വിഷമിക്കേണ്ട, നീ ധൈര്യമായിട്ട് നിന്റെ ജോലി നീ ചെയ്തുകൊള്ളുക. അടുത്ത് പറയുന്നത്, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലം നിനക്ക് വിവേകം തരും. പൗലോസ് പറയുന്നത് എല്ലാ കാര്യങ്ങളും വേണ്ട വിധം ചെയ്യുവാനായിട്ടുള്ള വിവേകം യേശുക്രിസ്തു നമുക്ക് തരും. നമുക്ക് അധികം ബുദ്ധിയൊന്നുമില്ല. ഞാൻ പലപ്പോഴും 24 വയസ്സ് മുതൽ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കും. നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഇടപെടുന്നതായാലും പ്രസംഗിക്കുമ്പോൾ തന്നെ തെറ്റുകൾ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യം തെറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താ പൗലോസ് പറയുന്നത്, നീ കർത്താവ് സകലത്തിൽ നിനക്ക് കർത്താവ് വിവേകം തരും.
പല പ്രാവശ്യം നമ്മൾ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് കത്തോലിക്ക പള്ളിയിലാണ് 18 വർഷം പ്രസംഗിച്ചത്. അപ്പൊ എന്തായാലും കത്തോലിക്കരുടെ നിയമപ്രകാരം നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഇപ്പൊ അത് സ്നാനപ്പെട്ട് മാറിയപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വേണ്ട സമയത്ത് തെറ്റുകൾ തിരുത്താനായിട്ടും മാറാൻ, അത് നമ്മൾ തെറ്റിപ്പോയത് കൊണ്ട് ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല. എനിക്ക് പണ്ട് 18 വർഷം ഞാൻ തെറ്റിച്ചാണല്ലോ പ്രസംഗിച്ചത്. അതുകൊണ്ട് ഇനി ഞാൻ യേശുക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കത്തില്ല. നമുക്ക് ഇപ്പം യേശുക്രിസ്തു എനിക്ക് ശക്തി തരും, വേണ്ട വിവേകം തരും, വേണ്ട ജ്ഞാനം തരും. ഇപ്പോൾ എനിക്ക് ഇപ്പൊ വീണ്ടും യേശുക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ട് സുവിശേഷം വീണ്ടും പ്രഘോഷിക്കാനുള്ള ശക്തി തരും, വിവേകം തരും എന്ന് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു. അടുത്ത വാക്ക് അയാളെ വായിക്കുക. ദാവീദിന്റെ സന്തതിയായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. നമ്മളുടെ ജോലി എന്താണ്? നമ്മൾ യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കുക, യേശു ക്രിസ്തുവിന്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുക, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക. യേശു ക്രിസ്തുവിന് എന്താണ് ലോകത്ത് കൊടുക്കാനുണ്ടായിരുന്നത് അത് നമ്മൾ പകർന്നു കൊടുക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും എല്ലാം അറിയത്തില്ല. ഞാൻ എല്ലാം ബൈബിൾ മൊത്തം കാണാതെ പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സുവിശേഷം പ്രസംഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ബൈബിള് മൊത്തം പാലിച്ചതിന് ശേഷം 10 കൽപ്പനകളും പൂർണ്ണമായിട്ടും ഞാൻ പാലിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സുവിശേഷം പ്രസംഗിക്കത്തുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രസംഗിക്കുക. എനിക്ക് ഈ ബൈബിൾ മൊത്തം കാണാതെ പഠിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ ഇറങ്ങിയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പോൾ പോലും ഞാൻ ബൈബിൾ വായിച്ചു തീർന്നിട്ടില്ല, മൊത്തം വായിച്ചെടുത്തില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ച് എനിക്ക് മറ്റുള്ളവരെ പോലെ എനിക്ക് ഓർമ്മശക്തിയില്ല. ശരിക്കും പറയാം, എനിക്ക് ഓർമ്മശക്തി കുറവാണ്. എങ്കിലും ഞാൻ കുറച്ച് വായിക്കും, എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പാലിക്കാൻ ശ്രമിക്കും, ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാതെ ഞാൻ പൂർണ്ണനായതിനു ശേഷം, ഞാൻ യേശുക്രിസ്തുവിനെ പോലെ വിശുദ്ധനായതിനു ശേഷമേ വചനം പ്രസംഗിക്കത്തുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ മരണം വരെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, വിശ്വസിച്ചാൽ സ്നാനപ്പെടണം. ഞാൻ പോയി സ്നാനപ്പെട്ടു. എനിക്ക് അന്ന് അത്ര അറിയത്തുള്ളായിരുന്നു, എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ പോയി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈബിൾ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഓരോ കാര്യങ്ങൾ വായിക്കുന്നതനുസരിച്ച് പറഞ്ഞു തന്നു. ഞാൻ ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വെളിപാട് വായിച്ചപ്പോൾ വെളിപാടിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചപ്പോൾ അതിലുള്ള കാര്യങ്ങളുടെ കഥ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ രാജാക്കന്മാരുടെ പുസ്തകം എത്തിയപ്പോൾ ഉൽപ്പത്തിയൊക്കെ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നേന്ന് വായിച്ച് എല്ലാം മനസ്സിലായിട്ട് ഞാൻ പ്രസംഗിക്കത്തോളം തീരുമാനിച്ചില്ല. ഇന്ന് ഞാൻ തിമോഥെയോസിന്റെ പുസ്തകമാണ് രാവിലെ വായിച്ചത്. അപ്പൊ എനിക്ക് തോന്നി ഇത് പ്രസംഗിക്കാം. ഇപ്പൊ ഇന്ന് എനിക്ക് ഇതിനെ കുറിച്ച് കുറച്ച് എനിക്ക് വായിച്ചത് മനസ്സിലായി. അപ്പൊ ഇത് ഞാൻ പ്രസംഗിക്കാം എന്ന് വെച്ച് തിമോഥെയോസിന്റെ പുസ്തകം 1-ാം അധ്യായം പോലും നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് അതിന്റെ വ്യാഖ്യാനം അറിയത്തില്ല. പക്ഷെ ഇത് ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഞാൻ പൂർണ്ണ ജ്ഞാനിയായിട്ട് ശേഷമേ ഞാൻ അതിനെ പ്രസംഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വാക്ചാതുര്യമില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ചില ആൾക്കാർ പറയും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മൈക്കിന്റെ മുമ്പിൽ നിൽക്കാൻ അറിയത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. വാക്ചാതുര്യം വന്നതിന് ശേഷം മാത്രമേ പ്രസംഗിക്കാവുന്ന ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവാണ് കേൾക്കുന്ന ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുന്നത്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നമ്മള് ഈ ഫേസ്ബുക്കിലൂടെ ചിലപ്പം 1000-500 പേര് ഒരാഴ്ച കാണുന്നുണ്ടായിരിക്കും. 500 പേർക്കുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ എനിക്കറിയാം. അത്രയും ബുദ്ധിയുള്ള ആളാണോ ഞാൻ? അല്ലല്ലോ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് പോലും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി എനിക്കില്ല. പരിശുദ്ധാത്മാവാണ് ഈ കേൾക്കുന്ന 500 പേർക്കും 500 രീതിയിൽ അവരുടെ മനസ്സുകളെ സ്പർശിക്കാനായിട്ട് പറയുന്നത്. എന്റെ ജോലി എന്തോ? ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ എനിക്ക് തിമോഥെയോസിന്റെ 2-ാം അധ്യായം വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം, വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാരായിട്ട് പങ്കുവയ്ക്കാം. അതുകൊണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. എന്റെ ജോലി ഇവിടെ വെച്ച് കഴിഞ്ഞു. കാരണം ഇരിക്കുന്ന നിങ്ങളെ ആരും മാനസാന്തരപ്പെടുത്താനുള്ള പ്രത്യേക മാജിക് ഒന്നും എനിക്കറിയത്തില്ല. അതൊക്കെ യേശുക്രിസ്തുവിന്റെ ജോലിയാണ്. ഞാൻ കേട്ട് മനസ്സിലായി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് ശരിയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒറ്റ വാക്ക് പോലും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമാണ്. 100%, 100% ഉണ്ടായിരുന്നെങ്കിൽ 100% വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള എല്ലാ വാക്യങ്ങളും വള്ളിയോ പുള്ളി, യേശു പറഞ്ഞാൽ വള്ളിയോ പുള്ളിയോ
മാറപ്പെടത്തില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും വചനത്തിൽ എഴുതിയിരിക്കുന്ന വള്ളിയോ പുള്ളിയോ മാറിപ്പോകും. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ട് ഗ്രാമർ തെറ്റിപ്പോയെന്നുണ്ട്. അത് വിവർത്തനം ചെയ്തവരുടെ മിസ്റ്റേക്കാണ്. അല്ലാതെ വിശുദ്ധ ഗ്രന്ഥം എഴുതിയ ഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ പോയി നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു മിസ്റ്റേക്കും കാണത്തില്ല. മനുഷ്യരാണ് എഴുതിയത്, അത് വിവർത്തനം ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് തെറ്റുകൾ വരും. അപ്പോൾ നമുക്ക് മലയാളം അറിയാവുന്നവരായതുകൊണ്ട് അറിയാം, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വാക്ക് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മനസ്സിലാൻ തെറ്റാണ്. ദാവീദിന്റെ സന്തതിയായ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് എന്റെ യേശുവിന്റെ കാര്യങ്ങൾ പറയുന്നതായിരുന്നു പൗലോസിന്റെ സുവിശേഷം. അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പൊ റോമയിലെ ജയിലിൽ കടന്നുകൊണ്ടാണ് ഈ എഴുതിയത് നമ്മൾ വിചാരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതാണ്, എനിക്ക് യേശു ക്രിസ്തുവിനെ പറയുന്നതാണ് പൗലോസിന്റെ ജോലി. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ബന്ധനാവസ്ഥനായി കഷ്ടത സഹിക്കുന്നു. എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്? യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചത് കൊണ്ടാണ്. കൂടെ കിടക്കുന്ന എല്ലാവരും കുറ്റവാളികളാണ്. എന്തെങ്കിലും മോഷണം ചെയ്തോ, കൊലപാതകം ചെയ്തോ, അല്ലെങ്കിൽ ലഹള ഉണ്ടാക്കിയവരൊക്കെ ആയിരിക്കും ജയിലിൽ കിടക്കുന്ന ജയിൽ ആൾക്കാരൊക്കെ. പക്ഷേ പൗലോസ് എന്തിനാണ് കിടക്കുന്നത്? യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളെ ഇന്ത്യയിലെ പട്ടാളക്കാരെ ചിലപ്പം അതിർത്തിയിലുള്ള രാജ്യങ്ങളിൽ അവരുടെ ജയിലുകളിലൊക്കെ കഴിയുന്നുണ്ട്. അവർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടാണ് അവിടെ കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയുന്നവരില്ല, കാരണം പിടിച്ചോണ്ട് പോയാൽ നമ്മൾ അറിയത്തോരില്ലായിരിക്കും. അത് ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം നമ്മളെ അറിയിക്കണമെങ്കിൽ മാത്രമേ ആയിരിക്കും അവർ നമ്മളെ അറിയിക്കുന്നത്. അല്ലെങ്കിൽ അവരവിടെ വെച്ച് തന്നെ അങ്ങ് കൊന്നവര് തീർക്കത്തേ ഉള്ളൂ ഭടന്മാരെ. അതുപോലെ പൗലോസ് അവർ തെറ്റിയതുകൊണ്ടല്ല, അവർ ഇന്ത്യ സംരക്ഷിക്കുന്ന ഭടനായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദാരുണ അന്ത്യം അവർക്ക് കിട്ടിയത്. അതുപോലെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തു യേശുവിനെ പ്രസംഗിച്ചത് കൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഈ ജയിലിനകത്ത് കഴിയുന്നു. ഒരു തെറ്റും ചെയ്തത് കൊണ്ടല്ല. നമ്മളല്ല ചില ആൾക്കാർ എന്തെങ്കിലും കഷ്ടപ്പെടുന്ന അവർ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമാണെന്ന് നമ്മൾ ചുമ്മാ തന്നെ പറയും. എല്ലാവരും തന്നെ പറയും, ലോകത്തുള്ള ആൾക്കാർ പറയും, നമ്മളെന്ന് പറയും. അങ്ങനെ ആയിരിക്കണമെന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ട്. അപ്പൊ അത് സഹിക്കണം തന്നെയാണ് തിമോത്തിയെടുത്ത് പൗലോസ് പറയുന്നത്. ഞാൻ ഒരാളെ അവര് ജയിലിട്ട് പൂട്ടിയത് കൊണ്ട് സുവിശേഷത്തെ ആർക്കെങ്കിലും പൂട്ടാൻ പറ്റുമോ? പൗലോസ് അന്ന് 1-ാം നൂറ്റാണ്ടില് ഇത്രയും സുവിശേഷം ഒരുപാട് രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ഒരുപാട് സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും ഒരുപാട് ആൾക്കാരെ ക്രിസ്ത്യാനികളാകുകയും ചെയ്തത് കൊണ്ട് അവരെന്ത് ചെയ്ത് പൗലോസിനെ ജയിലിട്ട് പൂട്ടി. പൗലോസിനെ ജയിലിട്ട് പൂട്ടിയത് കൊണ്ട് സുവിശേഷത്തിനെ പൂട്ടാൻ അവർക്ക് പറ്റിയോ? 2021-ാം വർഷം ജീവിക്കുന്ന നമ്മളും ഇപ്പോൾ സുവിശേഷം കേട്ടോണ്ടിരിക്കുന്നു, സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുവിശേഷം ഇപ്പോഴും പ്രഘോഷിക്കപ്പെടുന്നു. പൗലോസിനെ മാത്രമേ പൗലോസ് പറഞ്ഞു, എന്നെ അവര് ബന്ധിച്ചു. സുവിശേഷത്തെ അവർക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല. സുവിശേഷം യേശു എന്താ പറഞ്ഞ, ലോകം അവസാനിക്കുന്നത് വരെ ആകാശവും ഭൂമിയും ഇല്ലാതായാൽ പോലും അത് ഇല്ലാതാകും, ആകുമായിരിക്കും. അതുകൊണ്ടല്ലേ യേശു തന്നെ പറഞ്ഞത്, ആകാശവും ഭൂമിയും മാഞ്ഞു പോയാലും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പോലും തെറ്റിപ്പോകത്തില്ല. യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഭയപ്പെടേണ്ടതൊക്കെ നേരത്തെ നമ്മൾ വായിച്ച് ഭയപ്പെടേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പൗലോസ് ഭയപ്പെട്ടാകത്തില്ല. പൗലോസിന് അറിയായിരുന്നു, എന്നെ ജയിലിലാക്കിയിരിക്കുന്നത് ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ 10 കൽപ്പനകൾ ലംഘിച്ചത് കൊണ്ടല്ല, റോമ നിയമങ്ങൾ തെറ്റിച്ചത് കൊണ്ടല്ല, ഞാൻ സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടാണ് എന്നെ അവർ ജയിലിലിട്ടിരിക്കുന്നത്. അപ്പൊ പൗലോസ് എന്താ അറിയാൻ, പൗലോസ് എന്താ പറഞ്ഞു, എന്നെ അവർ ബന്ധനത്തിലാക്കി. പക്ഷെ സുവിശേഷം അവർക്ക് ബന്ധനത്തിലാക്കാൻ പറ്റത്തില്ല. സുവിശേഷം പൗലോസ് ഇത് എഴുതിയതിനു ശേഷം വീണ്ടും 2000 വർഷങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മളും അത് സുവിശേഷം കേൾക്കുന്നുണ്ട്. സുവിശേഷം അവര് ബന്ധിക്കാൻ പറ്റിയില്ല. എത്രയോ ആൾക്കാരെ അവർ കൊന്നു കഴിഞ്ഞു. റോമാക്കാർ മാത്രമല്ല, ഈ 2000 വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ രാജ്യങ്ങളിൽ അങ്ങ് അമേരിക്ക മുതൽ അങ്ങ് നമ്മൾ ഓസ്ട്രേലിയ പോയാണെങ്കിൽ ഓരോ രാജ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എത്രയോ രാജ്യങ്ങൾ സുവിശേഷം പ്രസംഗിച്ച ആൾക്കാര്, നമ്മളെ ഇന്ത്യയിൽ ഉൾപ്പെടെ എത്രയോ ആൾക്കാരെ കൊന്നു കഴിഞ്ഞു. എന്ന് വെച്ച് സുവിശേഷം പ്രഘോഷിക്കപ്പെടാതിരിക്കുന്നുണ്ടോ? എത്ര പേരെ കൊന്നാലും
സുവിശേഷത്തിനെ ആർക്കും കൊല്ലാൻ പറ്റുന്നത്. സുവിശേഷം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണെങ്കിൽ അത് ലോകാന്ത്യത്തോളം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവര് കൂട്ടിച്ചേർക്കാനായിട്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. 10-ാം വാക്യം. അതുകൊണ്ട് ക്രിസ്തു യേശുവുള്ള ബൈബിൾ നോക്കുന്നുണ്ട്. ബൈബിൾ നോക്കുകയാണ്. അത് ഞാൻ പറയുന്നത് ബൈബിളിൽ ഉള്ളതാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യജയസോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിക്കുന്ന നമുക്ക് വേണ്ടി അന്ന് പൗലോസ് കഷ്ടതകൾ സഹിച്ച് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ ഈ എഴുത്താണ്. അപ്പൊ പൗലോസ് എന്താ പറയുന്നത്? വരാൻ പോണ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് പേര് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ഈ സുവിശേഷം എത്തണമെങ്കിൽ പൗലോസ് ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട്, ഇന്നത്തെ ജയിൽ പോലെ ആയിരിക്കും അവിടെ ഇരുട്ടറയിലൊക്കെ കിടന്നിട്ടായിരിക്കും ഇതൊക്കെ എഴുതിയെന്ന് ഞാൻ വിചാരിക്കും. അവിടെ കിടന്നിട്ട് എഴുതിയത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, ഇന്ത്യയിൽ കിടന്ന് നമുക്ക് വേണ്ടി, ഇന്ത്യക്കാരെ നമുക്ക് വേണ്ടി, നമുക്ക് വായിക്കാൻ വേണ്ടി അന്നേ എഴുതി വെച്ച് പൗലോസ്. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ, യേശു ക്രിസ്തുവിന്റെ രക്ഷ ഇനി എത്ര വർഷം ഈ ഭൂമി ഉണ്ടായിരിക്കും നമുക്കറിയത്തില്ല. പൗലോസിന് അറിയത്തില്ലായിരുന്നായിരിക്കും. പൗലോസ് എത്ര വർഷം കഴിഞ്ഞാലും ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോട് കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കും. നമുക്ക് വേണ്ടി ആര് സഹിച്ചു? പൗലോസ് കഷ്ടതകൾ സഹിച്ചു. നല്ല പഠനമായിട്ട്, നമ്മളെ ഇന്ത്യൻ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന നല്ലൊരു പട്ടാളക്കാരനെ പോലെ യേശു ക്രിസ്തുവിന്റെ സൈന്യത്തിലേക്ക് എടുക്കപ്പെട്ട പൗലോസ് നല്ല പഠനെ പോലെ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരായ മലയാളികളായ നമുക്ക് വേണ്ടി അന്നേ കഷ്ടത സഹിച്ച് ഇത് നമുക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അതോ ഈ വചനം ഞാൻ എഴുതുന്ന ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുക. എന്താണ് പറയാനുള്ളത്? യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യേശുക്രിസ്തു മരിച്ചെന്നുള്ളത് ഉറപ്പാണ്. റോമാക്കാര് കുരിശിൽ തൂക്കി കൊന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം. പക്ഷെ ഉറപ്പായിട്ടുള്ള കാര്യം മരിച്ചാണെങ്കിൽ ഉറപ്പായിട്ട് 3-ാം ദിവസം എഴുന്നേറ്റിട്ടുണ്ട് യേശു. അതാണ് പൗലോസിന് പറയാനുള്ളത്. യേശുക്രിസ്തു മരിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഇതാണ് നമ്മളുടെ വിശ്വാസം. ഇതാണ് പൗലോസിന് ലോകത്തുള്ള സകല ജനങ്ങളോടും ഈ ലേഖനം എഴുതുമ്പോൾ പറയാനുണ്ടായി. ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുമ്പോൾ പറയുന്നത് യേശുക്രിസ്തു മരിച്ചെന്നുള്ളത് ഉറപ്പാണ്, എങ്കിലും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതും ഉറപ്പാണ്. പൗലോസ് നേരിട്ട് കണ്ടതില്ല. നേരിട്ട് കണ്ടത് അപ്പോസ്തലന്മാരാണ്. പൗലോസ് നേരിട്ട് കണ്ടില്ലെങ്കിലും പൗലോസ് വെളിപാട് വഴി എനിക്ക് എന്താ യേശുക്രിസ്തു പറഞ്ഞു തന്നു. ആ വെളിപാട് വഴി പറഞ്ഞ് കേട്ടത് പൗലോസ് വിശ്വസിച്ച് നമ്മൾക്ക് പറയാണ് ഈ സുവിശേഷം വിശ്വാസയോഗ്യമാണ്. അങ്ങനത്തെ വായിച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. പൗലോസ് എന്തായിരിക്കുന്നത്? ഈ സുവിശേഷം വിശ്വാസയോഗ്യമാണ്. നാം അവനോട് കൂടി മരിക്കുന്നുവെങ്കിൽ അവനോട് കൂടി ജീവിക്കും. നമ്മൾ യേശുക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിന് ശേഷമാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാനും യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കും. സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. അത് തള്ളി പറയുമെങ്കിൽ അവൻ നമ്മളെ തള്ളിപ്പറയും. നമ്മൾ യേശുവിന്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ യേശു നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാണെങ്കിൽ നമ്മുടെ അന്ത്യം ഭയാനകമായിരിക്കും. നമ്മൾ ആ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ദൈവമേ എനിക്ക് അറിയാമെന്ന്, എനിക്ക് അവസാനം തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ യേശു മിണ്ടാത്ത അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. യേശു ഒന്നും മിണ്ടുന്നില്ല. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നില്ല. ആ അവസ്ഥ ഭയാനകം. കാരണം നമ്മളും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും നമ്മളൊന്നും പറഞ്ഞില്ല. യേശുക്രിസ്തു എന്താ പറയുന്നത്? ഒരു നിബന്ധനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നെ ഏറ്റു പറയുന്നവരെ ഞാനും എന്റെ പിതാവിന്റെ മുമ്പിൽ ഏറ്റു പറയും. എന്നെ കുറിച്ച് കേട്ടിട്ട് ഒന്നും അറിയാത്തവർക്ക് നടന്ന ഞാനും അവിടെ ചെല്ലുമ്പോൾ യേശു ഒന്നും മിണ്ടത്തില്ല. യേശു ഒന്നും മിണ്ടത്തില്ല. അതാണ് ഭയാനകം. യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞ മട്ട് കാണിക്കുമ്പോൾ യേശു നമ്മുടെ അറിഞ്ഞ മട്ട് കാണിക്കും. അല്ലെങ്കിൽ യേശു കുറ്റമൊന്നും പറയാൻ പോകുന്നില്ല. കാരണം കുറ്റം പറയാനുള്ള വേറെ ആളും നിപ്പുണ്ട്. ആദ്യം മുതലേ നോണയന്റെ പിതാവായ ഒരാളുടെ നിപ്പുണ്ട്. അയാൾ നമ്മുടെ എല്ലാ കുറ്റങ്ങളും പറയും. ടി വിയിലിട്ട് കാണിച്ചു കൊടുക്കുമായിരിക്കും.
കമ്പ്യൂട്ടർ സ്ക്രീനിട്ട് എല്ലാം കാണിച്ചു കൊടുക്കും. ആരും ഒന്നും പറയണ്ട. നമ്മൾ കള്ളം പറഞ്ഞതും മോഷ്ടിച്ചതും കൊലപാതകം ചെയ്തതും കള്ളസാക്ഷ്യം പറഞ്ഞതും വ്യഭിചാരം ചെയ്തതും എല്ലാം അവിടെ ഇട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ യേശു എന്താ പറയും? യേശു ഒറ്റ വാക്യം പറഞ്ഞു, പിതാവേ അവൻ എന്നെ വിശ്വസിച്ചു, അവനെ വിട്ടേക്കാൻ പറയും. അല്ലെങ്കിൽ യേശു മിണ്ടത്തില്ല. മിണ്ടാത്തൊരു അവസ്ഥയിലാണ് നമ്മളുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ, ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു മിണ്ടാൻ നിൽക്കുന്നെങ്കിൽ നമ്മുടെ അന്ത്യം ഭയാനകമാണ്. യേശു ഒരു വാക്ക് നമുക്ക് വേണ്ടിയാണ് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു വാക്ക് നമുക്ക് വേണ്ടി പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്നില്ലേ, അവിടെ വരെ അത് വന്ന് എനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശു അവിടെ നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ഒരു വാക്ക് പിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു. പക്ഷെ യേശു മിണ്ടിയില്ലെങ്കിൽ അത് ഭയാനകമാണ്. സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. നാം തള്ളി പറയുമെങ്കിൽ അവൻ നമ്മളെയും തള്ളി പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായിരിക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയില്ലല്ലോ. നമ്മൾ എത്ര അവിശ്വസ്തത കാണിച്ചാലും യേശു ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ചാണെങ്കിൽ യേശു നമ്മളോട് വിശ്വസ്തത കാണിക്കും. അത് പറയാത്ത കാര്യങ്ങളൊന്നും യേശു നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ യേശുവിനെ അറിഞ്ഞ് നമ്മൾ കൊലപാതകം ചെയ്ത് വീണ്ടും കൊലപാതകം ചെയ്ത് വിശ്വാസികളെ കൊല്ലുന്നത് ഇതൊക്കെ ചെയ്ത് നമ്മൾ യേശുവിനെ വിശ്വസിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് യേശുവിനോട് കൂടെ ചേരുകയാണെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കും. നമുക്ക് രക്ഷ മനഃപൂർവ്വം വേണ്ട, എനിക്കകത്ത് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി പറയുന്നത്, യേശു എത്ര വിളിച്ചാലും നമ്മുടെ ആടിങ്ങനെ നേരത്തെ ആടിന് ഉദാഹരണം പറഞ്ഞു, ആടിങ്ങനെ പൊയ്ക്കൊണ്ട് നമ്മൾ വലിച്ചോണ്ട് വരിക. ആട് പിന്നെ ഓടിക്കളയും, പിന്നെയും വിളിച്ചോണ്ട് വരും, പിന്നെ ഓടിക്കളയും, പിന്നെ പോയി ഓടിപ്പോയി ചിലപ്പോൾ വണ്ടി കഴുകി പെട്ടെന്ന് ചത്തു. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? യേശു പല പ്രാവശ്യം ശ്രമിച്ച് തിരിച്ചു കൊണ്ടുവരാൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഈ ആട് സ്വന്തമായിട്ട് പോയി ചന്തി കളഞ്ഞു. അങ്ങനെയാണ് കുറെ ആൾക്കാരുടെ അവസ്ഥ. നമ്മൾ ഈ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ കൂടെ വന്ന് രക്ഷപ്പെടാമെങ്കിൽ നമ്മൾ രക്ഷപ്പെടാം. ഇപ്പൊ വചനം കേൾക്കുന്ന ഇവിടെ നിൽക്കുന്നവരായാലും ഓൺലൈനിലൂടെ കാണുന്നവരായാലും യേശു ഇനി യേശു വിളിക്കത്തില്ല. ഇന്നും കൂടെ യേശു വിളിക്കത്തുള്ളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏത് അവസാനത്തെ വിളിയായിരിക്കും, ഇനി യേശുവിനെ വിളിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ വിവേകത്തോടു കൂടി ചിന്തിച്ച് യേശുവിനെ ഇന്ന് തന്നെ, യേശുവെ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, യേശുവെ ഞാൻ അങ്ങ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാരുടെ ക്രൂരമായ മരണത്തിന് വിധിക്കപ്പെട്ട് മരിക്കേണ്ടി വന്നത്, യേശുവെ അങ്ങ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ ഇന്ന് രക്ഷപ്പെടും. അത്രയെങ്കിലും നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് യേശുവിന് ഹൃദയം കൊടുക്കുക. നമ്മുടെ പാപങ്ങളുടെ ഒരു കണക്കും യേശു നോക്കത്തില്ല. നമ്മൾ ഇന്ന് തീരുമാനിക്കുക, യേശുവെ ഇന്ന് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, യേശുവെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി തരുന്നു. അതെ, കമ്മ്യൂണിന് വേണ്ടി തരുന്നു. നല്ല വചനം കേട്ടാലും നമുക്ക് നന്ദി പറയാം. കമ്മ്യൂണിനായിട്ട് വരുന്നത് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്തു എന്തെന്നാൽ, കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത്
സ്തോത്രം ചെയ്ത് നൽകി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നതുവരെ അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കും. നമുക്ക് നമ്മത്തിന് സമർപ്പിക്കാം. അല്പം മിനിറ്റുകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒന്നിനെപ്പറ്റി വിചാരപ്പെടേണ്ട സകല പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടെ അർപ്പിക്കുമ്പോൾ സകല ബുദ്ധിയും കഴിയുന്ന ദൈവീക സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയത്തിൽ നിന്നുള്ളിൽ കാണാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ സന്ദേശം വിശുദ്ധദാസിയോട് കേട്ട് കഴിഞ്ഞു. ആ വചനത്തിൽ നമ്മൾ സമർപ്പിക്കാം. ലോക രാജ്യങ്ങളിൽ ഈ ഒരു സന്ദർഭത്തിൽ മറ്റതിനേക്കാൾ ഉപരിയായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കേൾക്കപ്പെട്ട വചനത്തിൽ പടയാളി, ക്രിസ്തുവിൻ്റെ പടയാളിയുടെ ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരെയും പോലെ പ്രസംഗിക്കാനോ പാടുവാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിപ്പാൻ കഴിയും. നമ്മളതേ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിപ്പറ്റാൻ പറ്റാത്ത രാഷ്ട്രങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി കടന്നു പോകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക ഹോളി ട്രിനിറ്റി ചർച്ച് നൽകുന്നതായ സുൽസാറിനായി പ്രാർത്ഥിക്കാം. അവിടെ ഇപ്പോൾ മകൻ ജെയിംസിനായി പ്രാർത്ഥിക്കാം. അതുപോലെ ഈ സന്ദേശം കേട്ട സോഷ്യൽ മീഡിയയിലൂടെ ഇത് കാണുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ, പ്രഭാരത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഭയത്തിൻ്റെ ആകുലതയാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്കവരെ ദൈവസന്നിധിയിൽ വച്ച് പ്രാർത്ഥിക്കാം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുവാൻ ചെയ്തു തരും. നമുക്കൊരു മനസ്സോടെ കർത്താവ് പറഞ്ഞ് വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. ഈ സാഹചര്യങ്ങളൊക്കെ മാറി ഒരു ഉണർവിനായി ദൈവസഭയെ ദൈവം എടുത്തു വയ്പ്പാൻ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് അന്ത്യകാലത്ത് സകലജലത്തിൻ്റെ മേല് വേണ്ടി ആത്മാവിനെ പകരും. ഒരു ഭയങ്കരമായ ഏത് പ്രതിസന്ധി, ഓരോ ചരിത്രത്തിൽ ഓരോ നൂറ്റാണ്ടിലും ഒരു പ്രതിസന്ധി ഓടൊപ്പം തന്നെ കർത്താവ് ഉണർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാലഗതികൾ വിളിച്ചു പറയുന്നു. കോവിഡിൻ്റെ ആ പ്രതിസന്ധി രാഷ്ട്രങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെക്കാൾ സൗന്ദര്യവും കഴിവും ഉള്ളവരെല്ലാം ഇതിനു മുമ്പിൽ ഭരണാധികാരികൾ പോലും വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുഴങ്ങൽ മുടക്കുന്ന യേശുദമ്പുരാൻ്റെ നാമം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ കഴിയപ്പെടും. ആ നാമത്തിൻ്റെ ശക്തി നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന മാതാവിൻ്റെ അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള കാലിൻ്റെ അസ്വസ്ഥ മാറുവാൻ, ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് സൗഖ്യമാക്കുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു 5 മിനിറ്റ് 2-3 സെക്കൻഡ് ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭാഗത്തിൻ്റെ പ്രാർത്ഥിക്കാം. ഇസ്രായേലിലേക്കുള്ളതായ യാത്രയോടുള്ള ബന്ധത്തിലുള്ളതായ കാര്യാദികൾ അവശേഷിക്കുന്നതായ
എല്ലാ കാര്യാദികളുടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ, ലോകം അറിയപ്പെടുന്ന ഒരു ദൈവദാസനായി പുറത്തു വരുവാൻ, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ പ്രോജക്റ്റ് അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെടുവാൻ ആവശ്യമായ ഉറവകളെ പരിശുദ്ധിയാത്മാവ് തുറക്കാൻ, ഇപ്പോൾ മകൻ ജെയിംസിന് പരിപൂർണമായ സൗഖ്യം കർത്താവ് പകരേണ്ടതിനായി എല്ലാവരെയും ഈ നെറ്റിലൂടെ കാണുന്ന, സോഷ്യൽ മീഡിയ കാണുന്ന സ്ഥലത്തെയും കർത്താവ് വിടുവിക്കുവാൻ ഒരു അസാധാരണമായ ഉണർവിന് നമ്മെ ഉപയോഗിപ്പാൻ നമുക്ക് ഒരുമിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ വരുന്ന കർത്താവേ, പരിശുദ്ധാത്മാവേ, ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തമുണ്ടല്ലോ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുവാൻ ചെയ്തരും. സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സഭയിൽ പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. വചനപ്രകാരമുള്ള ദൈവിക വിടുതലുകൾ ഈ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവ് പകരുന്നതിനായി ഞങ്ങൾക്കല്ലേ ഹോവേ, ഞങ്ങൾക്കല്ല. അങ്ങ് സർവശക്തനാണ് ദൈവമെന്ന് ലോകം അറിയുക. പകയ്ക്കുന്നവർക്ക് ലജ്ജിക്കുമാറും നന്മയ്ക്കൊരു അടയാളമെന്നവണ്ണം ഈ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ മേലും സ്വർഗത്തിന് ദൈവം ചെയ്യുന്ന വിടുതലുകൾക്കായ സ്തോത്രം. കർത്താവേ, അവിടുത്തെ ദൂതന്മാർ ചലിക്കുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുന്ന കൃപയ്ക്കായ സ്തോത്രം. രക്തത്തിന്റെ ശക്തിയാലുള്ള വിടുതലുകൾ അവിടുന്ന് പകരുന്നതിനായ സ്തോത്രം. കർത്താവേ, ഹോളിറ്റിക്കുട്ടിയും ദൈവസഭയ്ക്കായ സ്തോത്രം. അതിന് നേർ നൽകുന്നതായ സുനിൽ സാറിന്റെ കുടുംബമായി സമർപ്പിക്കുന്ന കർത്താവേ, ഓരോ പ്രോജക്റ്റുകളെയും ആഫ്രിക്കയിലെ പ്രോജക്റ്റുകൾ സമർപ്പിക്കുന്നു. ഓരോ കാര്യാദികളുടെ മേലെ പരിശുദ്ധ സഹിക്കുന്നതിനായ സ്തോത്രം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന, സോഷ്യൽ മീഡിയ കേൾക്കുന്ന രോഗികളായിരിക്കുന്നവരെ പരിശുദ്ധമാത്തോട് സ്തോത്ര. ബലഹീനരെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായ സ്തോത്ര. കർത്താവെ, ഭാരത്തോടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം പുതു ഉറവകളെ തുറക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിനായ സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടോട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ ആമേൻ. കർത്താവ് നമ്മൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ആശീർവാദങ്ങളും ഈ വചനം ശുശ്രൂഷിച്ച പ്രിയപരിശുദ്ധാസിയോടും അതുപോലെ കേട്ട എല്ലാ ലോക രാജ്യങ്ങളിലെ എല്ലാവരുടെ മേലും, നമ്മൾ ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി